നായിഡുവിനെ ഏറെ നാളൊന്നും BJPക്ക് പറ്റിക്കാനാകില്ല എന്ന് വളരെ വ്യക്തമായി സൂചന നൽകിയിരിക്കുകയാണ്. അതായത് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു സഹായവുമില്ലെങ്കിലും ആ സംസ്ഥാനം ഭരിക്കാമെന്ന് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മറ്റുള്ള നേതാക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. നായിഡു അതിൻ്റെ ആദ്യപടി എന്ന രീതിയിലാണ് ക്യാബിനറ്റിൽ നിന്നും BJPയുടെ പ്രതിനിധികളെ നീക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർത്തുന്നത്. അതായത് വളരെ വൈകാതെ തന്നെ സഖ്യകക്ഷികളിൽ പ്രധാനിയായിട്ടുള്ള TDP BJPയുമായുള്ള സഖ്യം ഉപേക്ഷിക്കും. അങ്ങനെ ദക്ഷിണേന്ത്യ BJPക്ക് അനുയോജ്യമല്ലാത്ത മേഖലയായി മാറും. അതായത് ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിൽ ദക്ഷിണേന്ത്യയെ തഴയുന്നു എന്നുള്ളത് നായിഡുവിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. ആന്ധ്ര, തെലങ്കാന, കർണാടക, അതുപോലെ തമിഴ്നാടും കേരളവും ഒക്കെയുള്ള ഈ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ ഡീലിമിറ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉത്തരേന്ത്യക്ക് സമാനമായ ജനപ്പെരുപ്പമനുസരിച്ച് ലോക്സഭയെ നിർണ്ണയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ താരതമ്യേന ജനസംഖ്യാ നിയന്ത്രണം ഏറ്റവും ഫലപ്രദമായി നടത്തിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുത്തനെ കുറയും. യാതൊരു പ്രിക്കോഷൻസും എടുക്കാതെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന രീതിയിൽ, അതായത് ഒരു സേഫ്റ്റി മെഷേഴ്സും എടുക്കാതെ ജനസംഖ്യയിൽ ഇത്രയും പെറ്റുപെരുകിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അഭിനന്ദിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. 80-ൽ നിന്നും 120-ഓ 130-ഓ ആക്കി ഉത്തർപ്രദേശിനെയും 40-ൽ നിന്ന് 70-ഓ അതിൽ കൂടുതലോ ആക്കി ബീഹാറിനെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ബീഹാറിൻ്റെ അത്ര തന്നെ ലോക്സഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്, അതായത് 39 ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാടിനെ മൊത്തത്തിൽ പരിഹസിച്ചുകൊണ്ട് 39 എന്നുള്ളത് 31-ഓ 32-ഓ ആക്കി ചുരുക്കാനുള്ള ശ്രമമാണ്. അതുപോലെ തന്നെയാണ് ആന്ധ്രയും തെലങ്കാനയും കർണാടകയും കേരളവും ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഈ ഡിലിമിറ്റേഷൻ പദ്ധതികളുടെ ഡ്രാഫ്റ്റ് ഇതിനോടകം തന്നെ നായിഡുവിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. നായിഡുവിൻ്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും നരേന്ദ്രമോദി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. മോദി വിചാരിക്കുന്നത് തൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത് നായിഡുവിൻ്റെ MP-മാരെ വിരട്ടി അനുസരിപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് കുഴപ്പണം നൽകിയാൽ അവർ കർണം മറിഞ്ഞുകൊള്ളും എന്നതാണ്. 2014-ൽ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല, അതും ഏറ്റവും സർവശക്തനായിരുന്ന കാലത്ത്. ഇപ്പോഴോ നായിഡുവിന് തീരെ ഭയവുമില്ല എന്നുള്ളതാണ്. ജഗൻമോഹനെ കൂട്ടുപിടിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കളിക്കാമെന്ന് വിചാരിച്ചാൽ ജഗൻമോഹൻ തരിപ്പണമായ സാഹചര്യം കൂടിയാണ്. നായിഡുവിന് ഒരു കാര്യം മനസ്സിലായി. നായിഡുവിനെ അനുനയിപ്പിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയും കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാറും ഒപ്പം അദ്ദേഹത്തിൻ്റെ പഴയ ശിഷ്യനായ രേവന്ത് റെഡ്ഡിയും ഒരുപോലെ നീങ്ങുകയാണ്.